അമ്മയുടെ കരുതൽ പോലെ ആരോഗ്യ സംരക്ഷണം. AVM ഹോസ്പിറ്റൽ, ഫാത്തിമഗിരി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 8594 057 885. ചാലിയാർ പഞ്ചായത്തിൽ സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടുമായി മുസ്ലിം ലീഗ്. ആനപ്പാറയിലെ സ്ഥാനാർത്ഥി വിജയൻ കാരേരി തന്നെയാണെന്നും മുസ്ലിം ലീഗ്. ചാലിയാർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. UDF ധാരണപ്രകാരം പട്ടികവർഗ സംവരണ വാർഡായ ആനപ്പാറ ഉൾപ്പെടെ 4 വാർഡുകൾ മുസ്ലിം ലീഗിനും 10 വാർഡ് കോൺഗ്രസിനുമാണ്. പട്ടികവർഗ വിഭാഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംവരണമായതോടെയാണ് ആനപ്പാറ വാർഡ് ശ്രദ്ധേയമായത്. ആനപ്പാറ വാർഡ് ശ്രദ്ധാകേന്ദ്രമായത്. കോൺഗ്രസും മുസ്ലിം ലീഗും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ ശേഷമാണ് നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് ലഭിച്ചത്. കോൺഗ്രസ് മണ്ഡലം നേതൃത്വം ശ്രമിച്ചിട്ടും പട്ടികവർഗ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ പിന്മാറാൻ തയ്യാറാകാത്ത സാഹചര്യം വന്നതോടെയാണ് കോൺഗ്രസ് മണ്ഡലം നേതൃത്വം മുസ്ലിം ലീഗിന്റെ സഹായം തേടിയത്. കോൺഗ്രസ് പ്രവർത്തകനായ പാലക്കയം ആദിവാസി കോളനിയിലെ ശ്യാംജിത്തിനെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. മുസ്ലിം ലീഗ് നേതാവും ഏറനാട് MLAയുമായ PK ബഷീർ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഉറപ്പു നൽകിയെങ്കിലും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി എതിർത്തു. ഇതോടെ ശ്യാംജിത്തിനെ അനുനയിപ്പിച്ച് ലീഗ് സ്ഥാനാർത്ഥിയായ വിജയൻ കാരേരിയെ തന്നെ മത്സരിപ്പിക്കാനാണ് നീക്കം. വെള്ളിയാഴ്ച അകമ്പാടം കോൺഗ്രസ് ഓഫീസിൽ വിളിച്ചുവരുത്തി ശ്യാംജിത്തിനോട് സഹകരിക്കാൻ മണ്ഡലം നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് പട്ടികവർഗ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന വാളന്തോട്, പെരുവമ്പാടം, മുട്ടിയേൽ പോലുള്ള വാർഡുകൾ നിലവിലുള്ളപ്പോൾ ഒരിക്കൽ പോലും UDF ജയിക്കാത്ത ആനപ്പാറ വാർഡിൽ മുസ്ലിം ലീഗിന്റെ ഔദാര്യത്തിൽ അവർ നിർത്തിയ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തേണ്ട ഗതികേടിലേക്ക് പോയത് മണ്ഡലം നേതൃത്വത്തിന്റെ കഴിവുകേടാണെന്ന് കോൺഗ്രസിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. വിജയൻ ജയിക്കുകയാണെങ്കിൽ ബോർഡിൽ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്രനായിരിക്കും. മുസ്ലിം ലീഗിന് അനുവദിച്ച സീറ്റിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കുമെന്ന അവരുടെ നിലപാടിനുള്ള വിജയം കൂടിയാണ് കോൺഗ്രസിന്റെ കീഴടങ്ങൽ. കോണി ചിഹ്നത്തിൽ വോട്ട് തേടിയുള്ള വിജയൻ കാരേരിയുടെ പ്രചരണ ബോർഡുകൾ മാറ്റേണ്ടി വരും. CPMന് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാനുള്ള രഹസ്യധാരണയാണ് കാര്യങ്ങൾ ഇങ്ങനെയായതെന്നാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ശ്യാംജിത്തിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസ് മണ്ഡലം നേതൃത്വത്തിന് തുടക്കം മുതൽ താൽപര്യമില്ലായിരുന്നുവെന്ന ആരോപണവും കോൺഗ്രസിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നു. പാലക്കയം ആദിവാസി കോളനിയിലെ വോട്ടുറപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് ഇതെന്നും ആരോപണമുണ്ട്. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.